മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലെ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന BEP കാൽക്കുലേഷൻ, ബ്രേക്ക് ഇവൺ പോയിന്റ് കാൽക്കുലേഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു ബ്രേക്ക് ഇവൺ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 5 ഇക്വേഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. BEP യൂണിറ്റ്സ്, BEP റുപ്പീസ്, അതേപോലെ MOS, നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ഏൺ എ ഡിസൈഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്, എമൗണ്ട് ഓഫ് സെയിൽസ് ടു ഏൺ എ ഡിസൈഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. ഇത്രയും പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ദി ഫിക്സ്ഡ് കോസ്റ്റ് ഫോർ ദി ഇയർ ആർ ₹60,000, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഈസ് ₹15 ആൻഡ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ₹10. കാൽക്കുലേറ്റ് BEP ഔട്ട്പുട്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്? ബ്രേക്ക് ഇവൺ പോയിന്റ് ഔട്ട്പുട്ട് ആണ്. അതായത് ബ്രേക്ക് ഇവൺ പോയിന്റ് യൂണിറ്റ്സിലാണ് കണ്ടെത്തേണ്ടത്. ബ്രേക്ക് ഇവൺ പോയിന്റ് യൂണിറ്റ്സിൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. ഓക്കെ, അതായത് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 15 ആണ്. 15 മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 10 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 5 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ബ്രേക്ക് ഇവൺ പോയിന്റ് കിട്ടും. ബ്രേക്ക് ഇവൺ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്? ഇവിടെ 60,000 ആണ്. 60,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയാണ്? 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 12,000 യൂണിറ്റ്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. 12,000 യൂണിറ്റ്സ് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫിക്സ്ഡ് കോസ്റ്റ് ഫോർ ദി ഇയർ ആർ ₹60,000. ദി സെയിൽസ് ഫോർ ദി പീരീഡ് ആർ ₹4 lakh ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആർ എമൗണ്ടഡ് ടു ₹3 lakh. കാൽക്കുലേറ്റ് BEP സെയിൽസ് ആൻഡ് MOS. ഇവിടെ ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് BEP സെയിൽസ് ആണ്. അതായത് BEP റുപ്പീസിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. BEP റുപ്പീസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് ഇൻടു സെയിൽസ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. സെയിൽസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? സെയിൽസ് 4 lakh ആണ്. അപ്പൊ 4 lakh മൈനസ് വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 3 lakh ആണ്. 4 lakh മൈനസ് 3 lakh കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷന്റെ എമൗണ്ട് എത്ര കിട്ടും? 1 lakh എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ബ്രേക്ക് ഇവൺ പോയിന്റ് റുപ്പീസിലേക്ക് കൊടുക്കാം. ബ്രേക്ക് ഇവൺ പോയിന്റ് റുപ്പീസ് ഈസ് ഈക്വൽ ടു എന്ന് വരും? ഫിക്സ്ഡ് കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് ക്വസ്റ്റനിൽ എത്രയാണ്? 60,000 ആണ്. 60,000 ഇൻറ്റു സെയിൽസ് എത്രയാണ് ക്വസ്റ്റനിൽ? 4 lakh ആണ്. ഇൻറ്റു 4 lakh ഡിവൈഡഡ് ബൈ എന്ത് വരും? 1 lakh എന്ന് വരും. അപ്പൊ ഇവിടെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് 2,40,000 എന്ന് നമുക്ക് ബ്രേക്ക് ഇവൺ പോയിന്റ് റുപ്പീസ് കിട്ടും. ഇനി MOS ആണ് ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ട മറ്റൊരു ഐറ്റം. MOS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വൽ സെയിൽസിൽ നിന്നും BEP സെയിൽസ് കുറച്ചാലാണ് നമുക്ക് MOSന്റെ വാല്യൂ കിട്ടുക. ആക്ച്വൽ സെയിൽസ് ഇവിടെ എത്രയാണ്? 4 lakh ആണ്. 4 lakh എന്ന് എന്ത് മൈനസ് ചെയ്യണം? 2,40,000 മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് 1,60,000 എന്ന് MOSന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് BEP യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും BEP റുപ്പീസും അതേപോലെ MOSന്റെയും ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഈസ് ₹50, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ₹40, then fixed cost ₹80,000. Calculate the number of units to be sold to earn a profit of ₹1,20,000. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനേ ഇതിന്റെ ആൻസർ എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ഏൺ എ ഡിസൈഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കുറക്കണം. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 50 ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 40 ആണ്. അപ്പൊ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് യൂണിറ്റ് ടു ഏൺ ഡിസൈഡ് പ്രോഫിറ്റ് ഓഫ് ₹1,20,000 എന്ന് പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് ഇവിടെ എത്രയാണ്? 80,000 ആണ്. 80,000 പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് എത്രയാണ്? 1,20,000 ആണ്. ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ കണ്ടെത്തി 10 ആണ്. അപ്പൊ എന്ത് വരും? 2 lakh ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. ആൻസർ കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 20,000 യൂണിറ്റ്സ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെയിൽസ് ₹6 lakh,
variable cost rupees 4,20,000, fixed cost rupees 1,20,000. Calculate the sales value required to earn a profit of rupees 90,000. ഇവിടെ സെയിൽസ് വാല്യൂ ആണ് കണ്ടത്. ഇവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആയിരുന്നു കണ്ടെത്താൻ പറഞ്ഞത്. അതായത് ഇവിടെ സെയിൽസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ഇക്വേഷൻ ആയിരുന്നു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡ് ബൈ എന്നാണ് കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ ആദ്യം നമ്മൾ കോൺട്രിബ്യൂഷൻ കാണണം. കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. സെയിൽസ് എത്രയാണ് ക്വസ്റ്റനിൽ തന്നത്? 6 lakh ആണ്. വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 4,20,000 ആണ് തന്നത്. അപ്പൊ 1,80,000 എന്ന് കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടും. 1,80,000. ഓക്കെ. ഇനി ഇവിടെ സെയിൽസ് എന്ന് പറയുന്നത് എങ്ങനെ വരും? സെയിൽസ് ഇസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ് ക്വസ്റ്റനിൽ? 1,20,000 ആണ്. പ്ലസ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് എത്രയാണ് പറഞ്ഞത്? 90,000 ആണ്. അപ്പൊ ഡിസൈഡ് പ്രോഫിറ്റ് എത്രയാണ്? 90,000 ആണ്. ദെൻ ഇൻറ്റു എന്ത് വരും? സെയിൽസ് എത്രയാണ്? ഇൻറ്റു സെയിൽസ് 6 lakh ആണ്. ഓക്കെ. ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 1,80,000 ആണ്. ഓക്കെ. അതായത് എന്ത് വരും? 2,10,000 ഇൻറ്റു 6 lakh ഡിവൈഡഡ് ബൈ 1,80,000 എന്ന് വരും. ഓക്കെ. ഇത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 7 lakh എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ?